KTU 2019 സ്കീം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ തെർമൽ എഞ്ചിനീയറിംഗിൻ്റെ മൊഡ്യൂൾ 5 തിയറിയാണ്. ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ ആൻഡ് ഹീറ്റ് പമ്പ്. 3 ഡിവൈസിലും ഒരു ഹോട്ട് ബോഡിയും ഒരു കോൾഡ് ബോഡിയും ഉണ്ടാകും. ഇതിൽ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുക, എന്നിട്ട് നമുക്ക് വർക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്ന ഡിവൈസാണ് ഹീറ്റ് എഞ്ചിൻ. എന്നാൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്തിട്ട് അതിന് വേണ്ടി നമ്മൾ വർക്ക് ഉള്ളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഡിവൈസാണ് റെഫ്രിജറേറ്റർ. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഹീറ്റ് പമ്പിലും. അവിടെ ഔട്ട്പുട്ട് ഹോട്ട് ബോഡിയാണെന്നുള്ളത്. എന്തെങ്കിലും ഒബ്ജക്റ്റ് ചൂടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഹീറ്റ് പമ്പ്. തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റെഫ്രിജറേറ്റർ. അപ്പോൾ എഫിഷ്യൻസി അല്ലെങ്കിൽ COP എന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഹീറ്റ് എഞ്ചിൻ്റെ W/Q2 എന്ന് എഴുതാം. വർക്ക് ഡൺ Q2 - Q1 എന്ന് എഴുതാം. റെഫ്രിജറേറ്ററിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട്. അതാണ് Q1/WR എന്ന് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഹീറ്റ് പമ്പ് വരുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ചൂടാക്കുക എന്നുള്ളതാണ്. അതാണ് Q2 / വർക്ക് ഡൺ എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ നമുക്ക് COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് COP ഓഫ് റെഫ്രിജറേറ്റർ +1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ആയിട്ട് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൻ്റെ COP ആണ്. അപ്പോൾ 2 ഐസെൻട്രോപിക് പ്രോസസ്സും 2 ഐസോതെർമൽ പ്രോസസ്സാണ് ഇതിനകത്തുള്ളത്. അതിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന ഐസോതെർമൽ കംപ്രഷനിലും ഹീറ്റ് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഐസോതെർമൽ എക്സ്പാൻഷനിലുമാണ്. അപ്പോൾ നമുക്ക് 2 to 3 അതുപോലെ 4 to 1 എന്നുള്ള പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൻ്റെ TS ഡയഗ്രത്തിൻ്റെ ഈ 3 to 2 അല്ലെങ്കിൽ 4 to 1 ഈ 2 ലൈൻ്റെയും അടിയിലുള്ള ഏരിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആ 2 ഹീറ്റ് കണ്ടുപിടിക്കുന്നത്. അത് നമ്മുടെ മുകളിൽ കണ്ടുപിടിച്ച റെഫ്രിജറേറ്ററിൻ്റെ COPയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് COPയുടെ ഇക്വേഷൻ കിട്ടുന്നത്. അടുത്തത് ബെൽ കോൾമാൻ സൈക്കിൾ. ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എഗെയിൻ 4 പ്രോസസ്സാണ്. 2 ഐസെൻട്രോപിക്കും 2 കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഇതിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിങ്ങും കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷനും ഈ 2 കേസിലാണ് ഹീറ്റ് അബ്സോർബും റിജക്റ്റും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ mCp∆T എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് എഴുതുന്നത്. മാസ് 1 ആണ്. അങ്ങനെ നമുക്ക് CpT2 - T3 എന്നും CpT1 - T4 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇത് നമ്മൾ COPയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നത്. അവിടെ 1 to 2 അതുപോലെ തന്നെ 3 to 4 ഐസെൻട്രോപിക് പ്രോസസ് ആയതുകൊണ്ട് ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ട് അവിടെ P2 = P3 P1 = P4 നമുക്ക് കിട്ടും. കാരണം അത് രണ്ടും കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. അങ്ങനെ T2/T3 = T1/T4 എന്നുള്ളത് നമ്മൾ മുകളിലെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് COPയുടെ ഇക്വേഷൻ കിട്ടുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് 7 മാർക്കിന് 10 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 2 വർക്ക് ഡൺ ഇക്വേഷൻ പഠിക്കുക, കംപ്രസറിൻ്റെ എക്സ്പാൻഡറിൻ്റെ. ആ 2 വർക്ക് ഡൺ ഡിഫറൻസ് ടോട്ടൽ വർക്ക് ഡൺ ആയിട്ട് നമ്മൾ മുകളിലെ COPയിലെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന ഇക്വേഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. 3 മാർക്സിന് നമുക്ക് ചോദിക്കാറുള്ളതാണ്. ഐസോതെർമൽ പ്രോസസ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വെരി ലോ സ്പീഡും അതുപോലെ ഐസെൻട്രോപിക് പ്രോസസ്സ് അച്ചീവ് ചെയ്യാൻ ഹൈ സ്പീഡും വേണം. അപ്പോൾ ഈ 2 പ്രോസസ്സിൻ്റെ കോമ്പിനേഷൻ നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ കുറവാണെങ്കിൽ കാർനോട്ടിൻ്റെ COP വളരെ ഹൈ ആയിരിക്കും. വിൻ്ററിൽ പുറത്ത് തണുപ്പായതുകൊണ്ട് നമുക്ക് ആ കേസിൽ COP കൂടുതലായിട്ട് കാണാം. അവിടെ നമ്മുടെ റെഫ്രിജറേഷൻ ആപ്ലിക്കേഷൻ്റെ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഹൈ ആണെങ്കിലും COP കാർനോട്ടിൻ്റെ ഹൈ ആയിരിക്കും. ഇപ്പോൾ AC ഫ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ ACയുടെ ടെമ്പറേച്ചർ 15 എത്തുള്ളൂ. ഫ്രിഡ്ജ് നമുക്ക് അതിന് ലോ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കേസിൽ ACയുടെ COP ഹൈ ആയിരിക്കും. 1 ടൺ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ളത് 24 hours എടുത്തിട്ട് മെൽറ്റ് ചെയ്യിക്കുക. അപ്പോൾ അത് എത്രത്തോളം കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യും, അതിനെയാണ് നമ്മൾ 1 ton ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്തപ്പോൾ യൂസ് ചെയ്തിരുന്നു. ഇവിടെ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് വെള്ളമായിട്ടാണ്, ലിക്വിഡായിട്ടാണ് മാറുന്നത്. അപ്പോൾ ലേഡൻ ഹീറ്റാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ 1 kilogram ഓഫ് ഐസ് അബ്സോർബ് ചെയ്യുന്നത് 335 kJ ആണ്. 1 ton എന്ന് പറയുമ്പോൾ 1000 kilogram, അങ്ങനെ 1000 × 335 എന്ന് പറയും. ഇത് 24 hours നമ്മളിതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി /24 × 60 ചെയ്ത് 232.6 എന്ന് വരും. ഇത് പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ എററൊക്കെ കളഞ്ഞിട്ട് 210 kJ/min അല്ലെങ്കിൽ 3.5 kW എന്ന് നമുക്ക് കിട്ടും. ഒരു റെഫ്രിജറേറ്റർ എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്തു അതിൻ്റെ വർക്ക് ഡൺ, അതിനെയാണ് നമ്മൾ COP എന്ന് വിളിക്കുന്നത്. വേപ്പർ കംപ്രഷൻ സൈക്കിളിൻ്റെ ടൈപ്സാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. അപ്പോൾ കംപ്രഷന് ശേഷം വേപ്പർ സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും. ആ 2 എന്ന് പറഞ്ഞ പോയിൻ്റ് എപ്പോഴും വേപ്പർ ലൈൻ്റെ റൈറ്റിലേക്ക് വരും. വെറ്റ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്രഷന് ശേഷം വേപ്പർ വെറ്റാണ്. അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് എപ്പോഴും കർവിൻ്റെ ഉള്ളിലാണ് വരുള്ളൂ. ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ എന്ന് പറയുമ്പോൾ കംപ്രഷന് ശേഷം നമ്മുടെ 2 എന്ന് പറഞ്ഞ പോയിൻ്റ് വേപ്പർ ലൈനിൽ വരും. അതാണ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് പറയുന്നത്. അതുപോലെ സബ് കൂളിംഗ് ഓർ അണ്ടർ കൂളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പ്രോബ്ലത്തിൽ പഠിച്ചതാണ്.
3-3 ലെഫ്റ്റിലേക്ക് പോകും. അതായത് ലിക്വിഡ് ലൈനിൽ നിന്ന് കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് കുറച്ചുകൂടി തണുപ്പിക്കാനാണ് സബ് കൂളിംഗ് എന്ന് പറയുന്നത്. സൂപ്പർ ഹീറ്റഡ് വേപ്പർ ബിഫോർ കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് വേപ്പർ ലൈനിൽ നിന്ന് റൈറ്റിലേക്ക് നീങ്ങിയിട്ടായിരിക്കും. പിന്നെ നമ്മൾ പ്രോബ്ലത്തിന് ഉപയോഗിച്ച ഇക്വേഷൻസ് ആണ് നമ്മളവിടെ എഴുതി വെച്ചേക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ വേപ്പർ കംപ്രഷൻ സൈക്കിളിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം സൂപ്പർ ഹീറ്റിംഗ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂട്ടാനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും കൂടുതൽ പ്രഷർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ അവിടെ കൂടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എഫക്റ്റീവ്ലി COP കുറയാണ് ചെയ്യണത്. സബ് കൂൾ ചെയ്യുമ്പോൾ ത്രീ ഡാർട്സ് ലൈൻ ലെഫ്റ്റിലേക്ക് നീണ്ടു പോകും. അപ്പോൾ അങ്ങനെ വരെ നമുക്ക് H1 - H4 വാല്യൂ ഭയങ്കര ഹൈ ആയിട്ട് എപ്പോഴും കിട്ടും. അത് സെയിം വർക്ക് ഡണ്ണിൽ തന്നെ വർക്ക് ഡണ്ണിൽ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ നമുക്ക് എഫിഷ്യൻസി കൂടുതൽ അല്ലെങ്കിൽ COP കൂടുതൽ കിട്ടും. ഇവാപ്പറേറ്റീവ് പ്രഷർ ലോ ആക്കുമ്പോഴും നമുക്ക് വർക്ക് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. ആ കേസിൽ COP ഡിക്രീസ് ആണ് ഉണ്ടാവുക. ഈ 3 ഫാക്ടേഴ്സാണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നാച്ചുറായിട്ടുള്ള വേപ്പർ കംപ്രഷൻ സൈക്കിളിൻ്റെ ഫിഗറാണ് നമ്മളവിടെ കാണിച്ചേക്കുന്നത്. ഇത് നമ്മൾ സൈക്കോമെട്രിക് ടേമുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ പഠിച്ച ടേമുകളുടെയൊക്കെ ഡെഫിനേഷനാണ്. ഡ്രൈ എയർ, നമ്മൾ നോർമലായിട്ട് കാണുന്ന എയർ തന്നെയാണ് ഡ്രൈ എയർ. പക്ഷേ പ്യുവർ ഡ്രൈ എയർ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം എപ്പോഴും വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് അതിനകത്തുണ്ടാവും. മോയിസ്റ്റ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ എയറിൻ്റെയും വാട്ടർ വേപ്പറിൻ്റെയും മിക്സറാണ്. സാച്ചുറേറ്റഡ് എയറും മിക്സർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പറാണ്. പക്ഷേ അവിടെ വാട്ടർ വേപ്പർ മാക്സിമം ആയിരിക്കും. ഒരു യൂണിറ്റ് എയർ എടുത്തിട്ട് അതിൽ എത്രത്തോളം വാട്ടർ വേപ്പർ ഉണ്ട്, ഇനി എത്ര വാട്ടർ വേപ്പർ വേണം അത് സാച്ചുറേറ്റഡ് ആവാൻ, അതിൻ്റെ റേഷ്യോനാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. 1 കിലോഗ്രാം ഓഫ് എയറിൽ എത്രത്തോളം വാട്ടർ വേപ്പർ ഉണ്ട് അതിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. 1 കിലോഗ്രാം ഓഫ് ഡ്രൈ എയറിൽ എത്ര ഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടെന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് ഗ്രാം പെർ കിലോഗ്രാമിൽ നമ്മൾ എഴുതുന്നത്. ഒരു യൂണിറ്റ് വോളിയം ഓഫ് എയറിൽ എത്രത്തോളം വാട്ടർ വേപ്പർ ഉണ്ടെന്നുള്ളതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഒരു യൂണിറ്റ് വോളിയം ഓഫ് എയറിൽ എത്ര വാട്ടർ വേപ്പർ ഉണ്ട്, ഇനി എത്ര വാട്ടർ വേപ്പറാണ് സാച്ചുറേറ്റഡ് ആവാൻ, അതിനാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. മോയ്സ്ചർ കൺസിഡർ ചെയ്യാതെ നമ്മൾ തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. മോയ്സ്ചർ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ തെർമോമീറ്ററിൽ മെഷർ ചെയ്യുമ്പോൾ അതിലെ മോയ്സ്ചർ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ, അതിനാണ് നമ്മൾ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഡ്രൈ ബൾബിൻ്റെ വെറ്റ് ബൾബിൻ്റെ ഡിഫറൻസ് ആണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ. അതുപോലെ ഡ്യൂ പോയിൻ്റെയും ഡ്രൈ ബൾബിൻ്റെയും ഡിഫറൻസാണ് ഡ്യൂ പോയിൻറ്റ് ഡിപ്രഷൻ. ഈ ഡെഫിനേഷൻസൊക്കെ നമുക്ക് 3 മാർക്സിനും 4 മാർക്സിനൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അടുത്തതായിട്ട് സൈക്കോമെട്രിക് പ്രോസസ്സാണ്. ഓൾറെഡി നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് ആരോ ആയിരിക്കും ഹീറ്റ് കൂടുകയാണ്. സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്കുള്ള ആരോ ഹീറ്റ് കുറയാണ് അവിടെ. അതുപോലെ ഹ്യൂമിഡിഫിക്കേഷൻ മുകളിലേക്ക് ഉള്ള ആരോ, ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ താഴത്തേക്കുള്ള ആരോ. കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ താഴത്തേക്കും ലെഫ്റ്റിലേക്കാണ് വരിക. അഡിയബാറ്റിക് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എൻതാൽപ്പി സെയിം ആയതുകൊണ്ടാണ് എൻതാൽപ്പി ലൈനിൽ കൂടെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ച് വെച്ചേക്കുന്നത്. കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ അതുപോലെ തന്നെയാണ്, വാട്ടർ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും, ഹ്യൂമിഡിറ്റി മുകളിലേക്ക് കൂടുകയും ചെയ്യും. അഡിയബാറ്റിക് മിക്സിങ് നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിൽ പഠിച്ചാണ്, 2 എയർ മിക്സ് ചെയ്യുന്നതാണ് അവിടെ. ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷനും അതുപോലത്തെ സെയിം പരിപാടിയാണ്, നമ്മളവിടെ കെമിക്കൽ ബേസ്ഡാണ് ചെയ്യുന്നതെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ പ്രോസസ്സുകൾ നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അടുത്തായിട്ട് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, നമ്മൾ എത്രത്തോളം സെൻസിബിൾ ഹീറ്റാണ് എയറിലുള്ളത് അത് ഡിവൈഡ് ബൈ അതിൻ്റെ ടോട്ടൽ ഹീറ്റ്, ഇതിൻ്റെ റേഷ്യോനാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളൊരു ഹീറ്റിംഗ് കോയിലോ കൂളിംഗ് കോയിലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് വരുന്ന എല്ലാ എയറിനെയും അത് കൂൾ ചെയ്യുകയോ ഹീറ്റ് ചെയ്യുകയോ ചെയ്യില്ല. സം പാർട്ട് ഓഫ് എയർ എപ്പോഴും ഹീറ്റോ കൂളോ ചെയ്യാതെ ബൈപ്പാസ് ചെയ്ത് പോകും. അതിനെയാണ് നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അടുത്തായിട്ട് കംഫർട്ട് ചാർട്ട്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടാണ് ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ ഇരിക്കുക എന്ന് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ കംഫർട്ട് ചാർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയറിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആൾക്കാരെ ഒരു റൂമിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ട് അവർ എത്രത്തോളം കംഫർട്ടബിളാണ് ഓരോ ടെമ്പറേച്ചറിലൊക്കെ ഇരിക്കുന്നതെന്ന് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഹീറ്റിംഗ് ആൻഡ് റെഫ്രിജറേഷൻ ആണ് നമ്മളിത് പ്ലോട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു ചാർട്ട് പബ്ലിഷ് ചെയ്തേക്കുന്നത്. എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ കംഫർട്ടബിളായിട്ടിരിക്കുന്നത് ഒരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അതല്ലെങ്കിൽ എയറിൻ്റെ സ്പീഡ് ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് തോന്നുന്ന ഹീറ്റ് ആൻഡ് കോൾഡ് സെൻസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഫാക്ടേഴ്സ് എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരു ഒറ്റ ഇൻഡെക്സ് ആയിട്ട് പറയും. അതിനാണ് നമ്മൾ എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയർ വെലോസിറ്റി, ഇതിനെല്ലാം കൂടി നമ്മൾ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒറ്റ വാല്യൂലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ കംഫർട്ടബിളിനെ പറ്റി പറയുന്ന ഒരു വാല്യൂ, അതാണ് എഫക്റ്റീവ് ടെമ്പറേച്ചർ. നമ്മുടെ
ഹ്യൂമൻ കംഫർട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ അടുത്ത പറയുന്ന ഒരു 8 ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമുക്ക് ചോദിക്കാറുള്ളതാണ്. എത്രത്തോളമാണ് എഫക്റ്റീവ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ എത്രത്തോളം മോയ്സ്ചറും ഹീറ്റുമാണ് ഒരു ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോയ്സ്ചർ കണ്ടൻറ്റ്, എയർ ക്വാളിറ്റി, എയറിൻ്റെ മൂവ്മെൻറ്റ്, ഹോട്ട് കോൾഡ് സർഫസ്, അതുപോലെ തന്നെ എയറിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം മുകളിലേക്കും താഴത്തേക്കുള്ള മൂവ്മെൻറ്റ്, അതാണ് എയർ സ്ട്രാറ്റിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. സമ്മർ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ ഒരു സൈക്കോമെട്രിക് ചാർട്ടിലെ റെപ്രസെൻറ്റേഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അവിടെ നമുക്ക് കണ്ടീഷൻ്റെ സ്പേസിൽ നിന്ന് എയർ എടുക്കുന്നു, ഔട്ട് സൈഡിൽ നിന്ന് എയർ എടുക്കുന്നു, രണ്ടോട് കൂടി നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് ഒരു കൂളിംഗ് കോയിലൂടെ കടത്തി വിടും. നമുക്കറിയാം സമ്മറിൽ എയർ ചൂടായിരിക്കും, അതിന് കൂളും, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും, അതിന് ഡീഹ്യൂമിഡിഫൈ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എയറിനെ നമ്മൾ കൂൾ ചെയ്തിട്ട് ഒരു പെർഫറേറ്റഡ് മെമ്പറിനെ കൂടെ കടത്തി വിടും. അത് ഡീഹ്യൂമിഡിഫൈ ചെയ്യും നമ്മുടെ എയറിനെ. അങ്ങനെ കൂളിങ്ങും ഡീഹ്യൂമിഡിഫൈ എയർ നമുക്ക് വേണ്ട ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് ഫാൻ വെച്ചിട്ട് റൂമിലേക്ക് സപ്ലൈ ചെയ്യും. ഈ മൊഡ്യൂളിൽ ബെൽ കോളമിൻ്റെ ഡെറിവേഷനും സൈക്കോമെട്രിക് ടേമുകളും, അതുപോലെ തന്നെ സൈക്കോമെട്രിക് പ്രോസസ്സ്, പിന്നെ നമ്മുടെ കംഫർട്ട് ചാർട്ട്, എഫക്റ്റീവ് ടെമ്പറേച്ചർ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും എക്സാമിന് നോക്കി വെക്കേണ്ട പോർഷൻസാണ്.